കേരളത്തിലെ കാസ ക്രിസംഗി ടീംസിൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടിച്ചൊരു മറുപടി കേൾക്കാനിടയായി. പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആ മിടുക്കിയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. എന്താണെന്നല്ലേ ആ പ്രതികരണത്തിൻ്റെ ഒരു കുഞ്ഞു വേർഷൻ കേട്ടെ. നിങ്ങൾ പറയുന്ന പോലെ അച്ഛൻ പറഞ്ഞതുപോലെ മുസ്ലിംസ് തരുന്നതൊന്നും വാങ്ങിക്കരുത്, അവര് തരുന്ന അവരുടെ ഓട്ടോയിൽ കയറരുത്, അവരുടെ അടുത്ത് ഇരിക്കരുത് എന്നാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യം ഗൾഫുകാരുടെ വീട്ടിലേക്ക് പിരിവിന് പോകുന്നത് നിർത്തണം. എപ്പോഴും പിരിവ് എഴുതുമ്പോ, പിരിവിന് പൈസ എഴുതുമ്പോൾ ഗൾഫുകാർക്ക് കുറച്ച് പൈസ കൂടുതൽ എഴുതാറുണ്ട്. ഞങ്ങൾ മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ, മുസ്ലിം രാജ്യത്ത് വന്ന് പണിയെടുത്തിട്ട് കിട്ടുന്ന കാശ, അത് വാങ്ങിക്കരുത്, തുടരുതെന്നാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം. കേരളത്തിന്റെ സമാധാന സാമൂഹിക അന്തരീക്ഷത്തെ കാസ ക്രിസംഗികളും മുസംഗികളും സംഘികളും ചേർന്ന് വിഷം കലക്കി നശിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഇതുപോലുള്ള സമൂഹ നന്മ ആഗ്രഹിക്കുന്ന കരുത്തുറ്റ നിലപാടുകളുള്ള സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ യുവതികൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പലതരത്തിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഈ നാട്ടിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. അതായത് ഇതര മതസ്ഥരോട് നമുക്ക് വല്ലാത്ത വെറുപ്പുണ്ടാകണം, അവരെ വെറുക്കണം, അവരെ മാറ്റി നിർത്തണം, അവരെ അകറ്റണം, അവരിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങി കുടിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആരാധനാലയങ്ങൾ. അതാണ് ബഹു കോമഡി. ദൈവത്തിൻ്റെ തൊട്ടു മുന്നിൽ നിന്നുകൊണ്ട് ദൈവസൃഷ്ടി എന്ന് വിശ്വസിക്കുന്ന ഈ മനുഷ്യരെയെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാൻ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അകറ്റാൻ പഠിപ്പിക്കുന്ന ക്ഷുദ്രജീവികളോട് വിദേശത്ത് ജോലി ലഭിച്ചതിന് ശേഷം സ്വന്തം കാലിൽ അധ്വാനിച്ച കാശുകൊണ്ട് ജീവിക്കാൻ പഠിച്ചവൾ ഈ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ ഈ വാക്കുകൾ, അത് ഒരു ശക്തമായ സന്ദേശമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ മുഴങ്ങിക്കേൾക്കേണ്ട ഉറച്ച ശബ്ദമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോ കണ്ട തന്നെ വിവാദങ്ങളുടെ വാർത്തയാണ്. അത് പള്ളിയിലെ പ്രസംഗമായതുകൊണ്ടും ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ടും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. ഒന്നാമത്തെ കാര്യം, അച്ഛന്മാരെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വർഗീയത സംസാരിക്കാനുള്ള സ്ഥലമല്ല പള്ളി. പള്ളിയിലേക്ക് ആൾക്കാർ വരുന്നത് ഈ കഷ്ടകാലത്തിനിടയ്ക്കും കഷ്ടപ്പാടിന്റെ ഇടയ്ക്കും കുറച്ചു നേരം ഒന്ന് സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കർത്താവിന്റെ ആലയം എന്ന് വിളിക്കപ്പെടുന്നത് കൊണ്ട്. അല്ലാതെ നിങ്ങളുടെ പ്രസംഗം കേൾക്കാനില്ല. നിങ്ങളുടെ പ്രസംഗം പണ്ട് തൊട്ട് ബോറാണ്. അത് ഞാൻ ചെറുതിലെ മുതൽ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര നീട്ടി വലിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്, ചുരുക്കി പറഞ്ഞ പോരെയെന്ന്. 1 മണിക്കൂർ കുർബാനക്കിടയിൽ അരമണിക്കൂർ നിങ്ങളുടെ പ്രസംഗം ഭയങ്കര ബോറാണ്. അതൊന്നാമത്തെ കാര്യം. പല അമ്മച്ചിമാരും ഇരുന്ന് ഉറങ്ങുകയാണ്. ഇനിയെങ്കിലും പുറകിലേക്ക് ശ്രദ്ധിച്ചാൽ കൊള്ളാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മുസ്ലിംസ് എന്ന് പറയുന്ന ആൾക്കാരെ ഒഴിവാക്കണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് കൂട്ടുകാരെയും അത്ര അടുപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് വലയത്തിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സഹായം എന്ന് പറഞ്ഞാൽ ഒരു വിളിയിൽ ഓടി വരുന്ന ആൾക്കാരിൽ പലരും മുസ്ലിംസ് ആയിരിക്കും, ഹിന്ദുക്കളായിരിക്കും. ഇന്ന് വരെ ഞങ്ങൾ അവരുടെ ഒന്നും ജാതി മതവും നോക്കിയിട്ടില്ല. പിന്നെ പണ്ടൊക്കെ നമ്മൾ അയൽവക്കത്തേക്ക് ഓടും, പഞ്ചസാര ഉണ്ടോ ചേച്ചി, കാപ്പിപ്പൊടി ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അവരാരും മുസ്ലിംസ് ആണോ ഹിന്ദുക്കളാണോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. അവരുടെ വീട്ടിൽ പോയി ടി വി കണ്ടിട്ടുണ്ട്, അവർ തരുന്ന ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട്, അവരുടെ കുട്ടികളുടെ കൂടെ പുറത്ത് ഓടിക്കളിച്ചിട്ടുണ്ട്. അന്നേരം ഒന്നും ഇവര് മുസ്ലിംസ് ആണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല. അത് നിങ്ങൾ അച്ഛന്മാർ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഗൾഫുകാരാണ്, ഞാൻ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ്. നിങ്ങൾ പറയുന്ന പോലെ, അച്ഛൻ പറഞ്ഞതുപോലെ മുസ്ലിംസ് തരുന്നതൊന്നും വാങ്ങിക്കരുത്, അവര് തരുന്ന അവരുടെ ഓട്ടോയിൽ കയറരുത്, അവരുടെ അടുത്ത് ഇരിക്കരുത് എന്നാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യം ഗൾഫുകാരുടെ വീട്ടിലേക്ക് പിരിവിന് പോകുന്നത് നിർത്തണം. എപ്പോഴും പിരിവ് എഴുതുമ്പോ, പിരിവിന് പൈസ എഴുതുമ്പോൾ ഗൾഫുകാർക്ക് കുറച്ച് പൈസ കൂടുതൽ എഴുതാറുണ്ട്. ഞങ്ങൾ മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ, മുസ്ലിം രാജ്യത്ത് വന്ന് പണിയെടുത്തിട്ട് കിട്ടുന്ന കാശ, അത് വാങ്ങിക്കരുത്, തുടരുതെന്നാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് ഇനി വരരുത്. പള്ളി പണിയാനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലം പണിയാനാണ് എന്നും പറഞ്ഞിട്ടൊന്നും അതിനു വേണ്ടിയിട്ട് വരരുത്. പിന്നെ ഒരു കാര്യം, ഇവിടെ പള്ളികളുണ്ട്, ഇവിടെ മുസ്ലിം രാജ്യമാണ്, ഇവിടെ പള്ളികളുണ്ട്. അവരെത്ര കെയർഫുൾ ആയിട്ട്, ഓരോ പള്ളിയുടെ പുറത്തും ആംബുലൻസുകൾ ഉണ്ടാവും, പോലീസുകാരുണ്ടാവും. അത് ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാ, ഞങ്ങളെ കെയർഫുൾ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾക്കൊരു ആപത്തോ ഒരു അസുഖമോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോലീസുകാർ പുറത്ത് വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ള രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളോട് അച്ഛൻ പറയാണ് മുസ്ലിം തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അടുത്തിരിക്കാൻ പാടില്ല. കഷ്ടല്ലേ അച്ഛോ, ഭയങ്കര നാണക്കേട് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വർഗീയത പള്ളിയിൽ വെച്ചിട്ട് വിളമ്പരുത്. നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഒക്കെ കൂട്ടി സംസാരിക്കാം, അല്ലെ ഫോൺ വിളിച്ച് ബന്ധുക്കളോടോ നിങ്ങളുടെ അതേ രീതിയിൽ വരുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവരോട് സംസാരിക്കാം. ഇങ്ങനെയുള്ള അച്ഛന്മാർ, ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ അച്ഛന്മാരെന്ന് വിളിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് കൈ കുപ്പുന്നു. ക്രിസംഗി അച്ഛന്മാരും മുസംഗി ഉസ്താക്കന്മാരും
സംഘിതന്ത്രിമാരും വിചാരിച്ചാൽ ഈ നാട്ടിൽ ഒരു ചുക്കും നടക്കില്ല എന്ന് പറയുന്നത് ഇതുപോലുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ്. വളരെ ചെറുപ്രായത്തിൽ അവർ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കലക്കാൻ ശ്രമിക്കുന്ന വിഷം തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുന്ന ഈ വാചകങ്ങൾ ഈ സമൂഹത്തിന് കരുത്തുറ്റ സന്ദേശമായി മാറുന്നുണ്ട്. കുറേയേറെ പേരെ അടിമകളാക്കി കൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ പിന്തുണയ്ക്കാൻ ആളുണ്ട് എന്നുള്ളതാണല്ലോ ഇവരുടെ ഹുങ്ക്. എന്നാൽ അതിനകത്ത് നിന്ന് തന്നെ ഇത്തരം ശബ്ദങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് കാസ ക്രിസംഗി ടീംസുകൾ അവർ കലക്കിക്കൊണ്ടിരിക്കുന്ന വിഷത്തിൽ വീഴാതെ മാറി നിൽക്കുന്ന പുതിയ കാല ചെറുപ്പങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ആ കുട്ടിയോട് കുരുപൊട്ടി ഒലിക്കാം. അതിൻ്റെ കുടുംബം ജീവിക്കുന്ന സഭയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത പൊള്ളലോ അല്ലെങ്കിൽ അവരോട് ഊരുവിലക്ക് കൽപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. മനുഷ്യൻ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാൻ ഒരു പാതിരിമാരുടെയോ ഒരു ഉസ്താക്കന്മാരുടെയോ ഒരു പൂജാരിമാരുടെയോ ആവശ്യമില്ല. അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ കൂടി സഹായിച്ചാൽ എന്തിനാണ് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന കുറേയേറെ പ്രിവിലേജുകൾ? അതിൻ്റെ ആവശ്യമില്ലെന്നേ. അത് ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് നിലനിൽക്കണമോ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാലത്തിനൊത്ത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാതെ സഞ്ചരിക്കാൻ എല്ലാ കാസ ടീമുകൾ തയ്യാറായില്ലെങ്കിൽ പതിയെ ഇതുപോലുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ചേർന്ന് സംഘശബ്ദമാകുന്ന കാലം വരും. അന്ന് നിങ്ങൾക്ക് ഈ കച്ചവടവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഇതൊരൊറ്റപ്പെട്ട ശബ്ദമാണ്, അതിനെ വായടപ്പിച്ച് കളയാമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇതൊക്കെ പ്രചരിപ്പിച്ച് കനൽ തീയായി മാറുന്ന കാലം വരുമ്പോൾ നിങ്ങൾക്കെല്ലാം ഈ നാട്ടിൽ ജോലിയെടുക്കാതെ ജോലി ചെയ്യുന്നവരെ പിഴിഞ്ഞ് ജീവിക്കുന്ന അവസ്ഥ അത് എന്നേക്കുമായി നിന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് മാത്രമാണ് ആ വാക്കുകളെ ഉദ്ധരിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്.